ഹലോ നമസ്കാരം. ഫ്ലോറൽ ഫിൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന വസന്തോത്സവം നമുക്കൊന്ന് കാണാൻ പോയാലോ? ഓക്കെ. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത് ബൊഗൻവില്ല ചെടികൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ബാക്കിലുള്ളത് ലൈറ്റാണ്. അത് രാത്രി കാണാൻ അധികം ഭംഗിയാണത്തുള്ളൂ. ഇപ്പം എന്തുകൊണ്ട് ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഇതും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ബട്ട് ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഇച്ചിരി പകൽ സമയത്താണ് പോയത്, സന്ധ്യാവുന്നതിന് മുന്നെയാണ് പോയത്. അതുകൊണ്ട് ലൈറ്റ് കാണാൻ പറ്റില്ല. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പല സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതാണ്ട് ഏകദേശം സന്ധ്യയാവാറായി. അവർ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അതാണ്ടേ കണ്ടോളൂ. ഇനിയും കുറച്ച് വിശേഷങ്ങളുണ്ട് ലൈറ്റിൻ്റെയൊക്കെ. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ. ഇതൊരു സ്നോമാനാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് എടുക്കാൻ നോക്കി, പക്ഷേ നിറയെ ആൾക്കാരായതുകൊണ്ട് പറ്റിയില്ല. ഇനി നമുക്ക് പൂക്കൾ കണ്ടു തുടങ്ങാം. ആദ്യം തന്നെ ക്രൈസാന്തിമമാണ്. ഇതിൻ്റെ യെല്ലോയും റെഡും പിന്നെ പിങ്കും കൂടെ ചേർന്നതിൻ്റെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ നല്ല രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. നോക്കിയേ, ആ കളേഴ്സൊക്കെ നോക്കിയേ എന്നാ ഭംഗിയാണെന്ന്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സലോഷ്യയാണ്, അഥവാ നമ്മുടെ കോഴിവാലൻ ചെടി. ഈ ബ്ലൂ കളറിൽ കാണുന്ന ടൊറേനിയാണ് കേട്ടോ. ടൊറേനിയുടെ പല വെറൈറ്റീസും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സലോഷ്യയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഡെയ്സി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ്ട് നോക്കിയേ എന്നാ ഭംഗിയാണ്, നല്ല പിങ്ക് കളറിൽ. നോക്കിയത് ആ തൂവെള്ള ജമന്തി കണ്ടിട്ട് എന്ത് ഭംഗിയാന്ന്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് വെച്ചേക്കുന്നത്. ഓ അടിപൊളി, സൂപ്പർ. ഈ കാണുന്നത് പല വർണ്ണങ്ങളിലുള്ള ഹൈബ്രിഡ് സീനിയർ പ്ലാന്റ്സ് ആണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറ് ടൊറേനിയ. പല വർണ്ണങ്ങളിലുള്ള സീനിയർ പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതിനെ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. തന്നെയുമല്ല, ഈ സീനിയയുടെ ഒട്ടുമിക്ക കളേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ,
ഇത് ചൈനീസ് ബൾസത്തിൻ്റെ കുറച്ച് കളക്ഷനാണ്. ഇതിനകത്ത് നോർമൽ വെറൈറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ വെരിഗേറ്റഡും ഉണ്ട്. സൂപ്പറല്ലേ, നോക്കിയേ കാണാനായിട്ട്. ഇത് വെർബിന പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു വയലറ്റ് കളറും ഉണ്ട്, പിന്നെ ഒരു റെഡും ഉണ്ട്. ഇത് ആസ്പരാഗസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. പിന്നെ ഇത് ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി, അതായത് നമ്മുടെ അഗ്ലോണിമ, അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫിലോഡെൻഡ്രോൺസ് ആണ്. ഈ കാണുന്നത് റോയോ പ്ലാന്റ് അഥവാ മോസസ് ഇൻ ദ ക്രാഡിൽ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ ഒരു 5-6 വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ടുള്ളത് കുറച്ച് ബ്രോമിലിയാഡ്സ് ആണ്. നെക്സ്റ്റ് ഉള്ളത് ഡൈഫൻ ബാക്കിയ അഥവാ ഡം കെയിൻ എന്നുള്ള പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ്. അടുത്തത് കുറച്ച് മറാൻഡ ആൻഡ് കലാത്തിയ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഇലകൾക്കാണ് ഇതിൻ്റെ പൂവിനെക്കാട്ടും ഭംഗിയുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. വളരെ കളർഫുൾ ആയിട്ടുള്ള ഇലകളാണ് ഈ 2 പ്ലാന്റ്സിനും ഉള്ളത്. ഇത് കുറച്ച് കലേഡിയംസും അതുപോലെ തന്നെ അലക്കേഷ്യസും ആണ്. അടുത്തായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഫേൺസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അടുത്തായിട്ട് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബിഗോണിയസ് ആണ്.
ഇത് പെപ്പറോമിയ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ്സ് കാണാം. ഇത് 2 കളേഴ്സിലുള്ള മാരിഗോൾഡ്സ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ക്രൈസാന്തിമം. ചെറിയ പൂക്കളാണെങ്കിലും കാണാൻ വളരെയധികം ഭംഗിയുള്ള ഡയാന്തസ് എന്ന പ്ലാന്റാണിത്. പല വർണ്ണങ്ങളിലുള്ള ഹൈബ്രിഡ് ക്രൈസാന്തിമം ചെടികളും എനിക്കവിടെ കാണാൻ സാധിച്ചു. വളരെ ഭംഗിയുള്ള ഇലകളോട് കൂടിയ പോയിൻസെറ്റിയ പ്ലാന്റ്സ് ആണിത്. അടുത്തായിട്ട് കുറച്ച് വെറൈറ്റീസ് ഓഫ് ജെർബറാസ് കണ്ടാലോ. ഇത് ജെറേനിയംസ് ആണ്. ഇത് ഹൈഡ്രാഞ്ചിയ. രാത്രി ആയപ്പോഴത്തേക്കും ഇവിടുത്തെ ലൈറ്റ് വർക്കിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി. ഇത് സൂര്യകാന്തി. ഇത് പീസ് ലില്ലി. അടുത്തത് കുറച്ച് ഓർക്കിഡ്സ് ആണ്. അതിനകത്ത് തന്നെ ഡെൻഡ്രോബിയം, ഫെനലോപ്സിസ്, മൊക്കാറ, ഒൻസീഡിയം, ഗ്രൗണ്ട് ഓർക്കിഡ്, അതുപോലത്തെ എല്ലാ വെറൈറ്റീസും ഉണ്ട്.
നെക്സ്റ്റ് കുറച്ച് കാക്ടസ് വെറൈറ്റീസ് ആണ്. ഇത് കുറച്ച് വെറൈറ്റീസ് ഓഫ് അഡീനിയംസ് ആണ്. Got nothing to hide. I got nothing to hide. I got nothing to hide. Got nothing to hide. ഇത് ഡാലിയ. Got nothing to hide. Got nothing to അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ നമ്പത്തേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷ വിജയ മോഹനൻ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.